സ്വീകരണാനന്ദാന്തിയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു സ്റ്റേജിൽ നിങ്ങളുടെ പ്രിയ താരങ്ങൾ ഷിബി ആൻഡ് ലെസ്ലി, ജോൺ ആൻഡ് ജോബി, എംജോ ആൻഡ് ടീന, ഷാലിമോൾ ആൻഡ് ടേസി. എല്ലാ കാര്യം കൃത്യമായി ചെയ്യണം. കറക്റ്റ് സമയത്ത് തന്നെ കൈക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നടന്നിരിക്കണം. നടക്കും. നീ വെറുതെ അങ്ങോട്ടും കൂടെ നടക്കുന്ന കാര്യമല്ല, ഉദ്ഘാടനം നടക്കുന്ന കാര്യ പറഞ്ഞത്. അല്ല നിഷേ, നിന്റെ ബ്ലൗസ് എന്താ ഇങ്ങനെ? എന്താ കുഴപ്പം? ഇതാ പെണ്ണുങ്ങളുടെ കുഴപ്പം. 2010 ഇത്രയായിരുന്നു, 2014 ഇത്രയായി, 2018 ഇത്രയായി, 2020 നീ ബ്ലൗസ് ഇടോ നിഷേ? നോക്കാം. അല്ലെങ്കിൽ വല്ലവരും നോക്കും. നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം, വെള്ളിമുങ്ങിയെ പോലെ. ആഹാ, എന്നെ കുറ്റം പറഞ്ഞ ആളാ. ബ്ലൗസ് കണ്ടില്ലേ ചേച്ചിയെ? ഇത് പുറമ്പോക്കാന്നോ? എന്തുവാടി? അല്ല, അളന്ന് കയറ് കെട്ടിയിരിക്കുന്നേ. നിഷേ, ഇവിടെ ഒന്നിനൊരു കുറവുണ്ടാവാൻ പാടില്ല. ഒന്നിനൊരു കുറവുണ്ടാവില്ല. ദാ എല്ലാം കൂടുതലുള്ള ഒരാള് വരുന്നു. അതാരാ? ഗാന ഗോകുലം ചിമ്മിനി. പാട്ടൊക്കെ പഠിച്ചാ? ഒന്ന് മൂളിക്ക്. പുലിയാണ് കേട്ടാ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കിതക്കാനാ. ആ തള്ള കിടന്ന് കിതക്കുന്ന കണ്ടില്ലേ? ഹായ് ഒരുപടി. ഹായ് നിഷ, ഹായ് സുഷമ, ഹായ് ചിന്മിനി. സ്വപ്ന സുന്ദരി നാന്താനേ, നാ സ്വപ്ന ലോകത്തിൻ തേന്താനേ. സ്വപ്ന സുന്ദരി നാന്താനേ, നാ സ്വപ്ന ലോകത്തിൻ തേന്താനേ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. എന്റെ പൊന്നു ചേച്ചി, ഇത് സ്ത്രീ ശാക്തീകരണം, അല്ലാതെ സ്ത്രീകളുടെ ശക്തി പരീക്ഷിക്കുന്നതല്ല. പറയടി, എന്താ ലേറ്റ് ആയത്? രാവിലെ ഞാനൊരു ഇടിയപ്പം ഉണ്ടാക്കിയതാ. എന്നിട്ട് അതിൽ ഇത്തിരി ഉപ്പ് ഓടിപ്പോയി. അപ്പൊ തുടങ്ങി ഇടിയാ. ആരെ? എന്നെ അല്ല, ചേട്ടനെ. ഞാൻ വിടോ? എന്നോടാ കളി. കൊടുത്തില്ല ഞാൻ. കുനിച്ചു നിർത്തി നാഭിക്കിട്ട് 4 എണ്ണം. അയ്യോ അമ്മേ, നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ സ്ത്രീകളെ പുരുഷന്മാരുടെ കീഴിൽ അടിമകളെ പോലെ പണിയെടുക്കേണ്ടവരല്ല. വേദന. സത്യം മൃളാളിനി, പുരുഷന്മാർ നമ്മുടെ ചിന്തകളെയും സ്വാതന്ത്ര്യത്തെയും കടിഞ്ഞാനിട്ട് ഒളിച്ചു മുറുക്കുന്നു. കൊല്ലണ്ട. അത് തന്നെയാ ഞാൻ പറയുന്നത്. പുരുഷന്മാരെ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നും ലൈസോളിട്ട് തുടച്ചു നീക്കണം. ഹലോ, എന്താട്ടാ? ഫിഷ് ഫ്രൈ ഉണ്ടാക്കില്ല, ഫിഷ് കറി ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ? അല്ല പിന്നെ ദേഷ്യം വരത്തില്ലേ? ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാത്ത എന്താന്ന്? കൊടുത്ത ഞാൻ അങ്ങനെ തന്നെ വേണം. അല്ല പ്രണു, നമ്മളെല്ലാരും വന്നിട്ട് എത്ര നേരായി? എന്നിട്ട് എൽപി എവിടെ? എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവളങ്ങ് മുങ്ങിയാ? അവളങ്ങാനും മുങ്ങിയ കൈക്കൂട്ടത്തിന്റെ കൈക്കരുത്ത് അവൾ അറിയും. मारो 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 कि मारो किलिकी मारो 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 किलिकी कि मारो 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 कि मारो 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 कि मारो किलिकी मारो 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 किलिकी. ടീപ്പോ എത്തിയിട്ടില്ല, ഫ്ലവർ വേസ് എത്തിയിട്ടില്ല. ഹായ് ഹായ്, എന്തീ കേക്കണേ? ഇല്ല, മുടിഞ്ഞു. ശിവ ശിവ. ഏതില്ല. സോറി, അതൊരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ. നിന്റെ പേര് LP തങ്കമ്മേന്നല്ലേ? അല്ലാതെ ലളിതാംബിക അന്തർജനമൊന്നല്ലല്ലോ. LLP എവിടെ പോയി? ടീ പോയി? നീയല്ലേ ഏറ്റത്? എടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല, ഏട്ടൻ സമ്മതിച്ചിട്ടില്ല. മലയാളത്തിൽ പറയണേ. എനിക്ക് എന്താന്ന് അറിയില്ല ചേച്ചിയെ. 10 ആള് കൂടുന്നിടത്ത് നമ്പൂതിരി ഭാഷ വരുള്ളൂ. ഉവ്വോ
ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന്. ഞാൻ പറഞ്ഞത് എന്റെ വിളെ അന്നപ്പോ മൂപ്പര് പറയാ നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കൂടി മീറ്റിംഗ് കൂടിയ അവിടെ എന്താണെങ്കിലും കച്ചറ പിച്ചറ കുറ്റിച്ചറ മാനാഞ്ചറ നായിട്ട് എന്റെ ടീപ്പോയിന്റെ മുകളിലേക്ക് വെകു അതെല്ലാം കൂടി പൊട്ടിക്കും. പിന്നെ എന്റെ അപ്പം വാങ്ങി തരുമോ ടീപ്പോയി എന്നോട് ചോദിച്ചേ. ഇതിലും ഭേദം നിന്റെ നമ്പൂതിരി ഭാഷയായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് നിശ്ചയില്ല. എടി നിഷേ, നിന്റെ കയ്യിൽ ക്ലിപ്പ് പോലെ ഇരിപ്പുണ്ടോ? എന്റെ കയ്യിലുള്ള ക്ലിപ്പെല്ലാം ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്താ ഒരു ക്ലിപ്പ് ഉണ്ടോന്ന് ചോദിച്ചതാ. ഈ സമയത്താണ് ക്ലിപ്പ്? ക്ലിപ്പോ എവിടെ എവിടെ? അയ്യോ ഇത് അതല്ല. அழகு எல்லையில அவள் இவளது ஸ்டைல சந்தன வேல இவள் மன்மத புயல அடடா பூவின் மாநாடா அழகுக்கு இவள் தான் தாய் நாடா. ഞാൻ ഇവിടെ നിന്നത് കൊണ്ട് ഈ വണ്ടി ഇവിടെ നിന്നു. ഇല്ലെങ്കിലേ അപ്പുറത്തെ മതിലും പൊളിച്ചു പോയേനെ. താങ്ക് യു ഫ്രണ്ട്. പ്രസിഡന്റ് ആകെ പ്രശ്നോ? ടീപ്പോയി കൊണ്ടുവന്നിട്ടില്ല. ആരും കൊണ്ടുവന്നിട്ടില്ല. ഞാനേ നന്നായി. അപ്പൊ പിന്നെ ഉദ്ഘാടനം നടക്കില്ല. അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പ്രസംഗിക്കാത്തോണ്ട് എന്റെ തൊണ്ട ചൊറിയാന്ന് പറയായിരുന്നു. അറിയാത്ത പിള്ള ചൊറിയും പറയും. ടീപ്പോയി ആണോ പ്രശ്നം? അതിപ്പോ ശരിയാക്കി തരാം. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. എന്താ? അതെ, അവരെത്താൻ ലേറ്റ് ആവുന്നു. തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? തുടങ്ങ്. മൈക്ക് എത്തിയിട്ടില്ല, പിന്നെ എങ്ങനെ തുടങ്ങും? ഹായ്, മൈക്കില്ലേ? അപ്പൊ അധ്യക്ഷ പ്രസംഗം നടക്കൂല. പ്രസിഡന്റ് സമാധാനിക്കാൻ വരട്ടെ. മൈക്ക് സെറ്റ് ചെയ്യാൻ ഇപ്പൊ എത്തും. LP ഒന്ന് പോയി നോക്കിക്കേ. ആരാ ചോദിച്ച കേട്ടില്ലേ? ആരാന്ന്? എന്താ ചെവി കേക്കില്ലേ? സ്ത്രീകൾ മാത്രമുള്ള ഈ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഞാൻ കാസനോവ. എന്ത് ഭംഗിയാ ഇയാളെ കാണാൻ. ജയറാമിനെ പോലെ ഉണ്ട്. മീശ പോലും മുളച്ചിട്ടില്ല. ഇച്ചിരി വല്ല സിനിമയിലും കേറിക്കൂടെ? വല്ലതും പറഞ്ഞോ? 2255 തന്നെയല്ലേ ഇപ്പോഴും ഫോൺ നമ്പർ? ആരുടെ? അല്ല, ഒന്നുമില്ല. ഞാൻ മൈക്ക് വെച്ചിട്ട് പൊക്കോ. കണക്ഷൻ കൊടുക്കണ്ടേ? കൊടുത്തു. ഇനി എന്താ? അല്ല, എന്റെ ഒരു 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 സാധനം ഇവിടെ മറന്നുപോയി. ഇത് എന്ത് സാധനം? ഇല്ല, കിട്ടി. ഇതാ ഈ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ആയിരുന്നു. അയ്യോ, ഈ സ്റ്റൂളിന്റെ മേളിൽ കയറി വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സ്ഥിരം ഇട്ടോണ്ടിരുന്ന ഒരു ഹവായിച്ച പോലെ വീട്ടിൽ ഇരിപ്പില്ല. അത് ഇട്ടാ പോരായിരുന്നോ? നിന്റെ നമ്പർ ചോദിക്കൽ കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ സ്റ്റൂളിന്റെ മേളിൽ നിന്ന് നീ വീഴുവെന്ന്. അയ്യോ, എന്റെ കാലുളുക്കി. ഇനി അധ്യക്ഷ പ്രസംഗം നടക്കില്ല. കാലല്ലേ ഉളുക്കിയത്, നാവല്ലല്ലോ. അപ്പൊ അധ്യക്ഷ പ്രസംഗം നടത്താം. എന്റെ മൃണു, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. ഞാൻ എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ? അധ്യക്ഷ പ്രസംഗം. അധ്യക്ഷ പ്രസംഗം. അയ്യോ, അധ്യക്ഷ പ്രസംഗം എനിക്ക് പറ്റത്തില്ല. മൃണു, സ്ത്രീ ശാക്തീകരണം. പ്രസിഡന്റ് കിട്ടി. പ്രസിഡന്റ് കിട്ടി. ടീപ്പോയി മാത്രല്ല, നോക്കിയേ. ആര്? എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. തൂക്കടി കൂളിംഗ് ഗ്ലാസ് വെച്ച ടീപ്പോയിക്കാരൻ. എന്തൊരു മൊഞ്ചാ കാണാൻ. ദുൽഖർ സൽമാനെ പോലെ ഉണ്ട്. 2 കുട്ടികളുടെ അച്ഛനാ. അതിനെന്താ? അതെ, അതിനെന്താ? ഒന്നുമില്ല. ഇവരെയൊക്കെ കാണുമ്പോഴാ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. സത്യം. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ
ഒരു പ്രാവശ്യം വീണത് പോരെ. പൊക്കോളൂ, അധികം നിക്കണ്ട. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പുറത്തുണ്ടാവും. പിന്നെ 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 ഒന്നുമില്ല. ഇല്ല. നീയൊക്കെ ഇവിടെ വായി നോക്കി നിന്നോ. സുഷമേ, നീ സ്വാഗത പ്രസംഗം പഠിച്ചോ? അത് ഈ കല്ലാസിലുണ്ട്. കല്ലാസോ? കാണാതെ പറയണം. ദൈവേ, കാണാതെ പറയണോ? സ്വാഗതം പറയാനായി ശ്രീമതി സുസമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. സുസമ്മ അല്ലടി, സുഷമ്മ. പറ 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 പറ. അതല്ല, സ്വാഗതം പറ. അറ്റത്ത് നിൽക്കുന്ന മധ്യക്ഷ, മധ്യത്തിൽ നിൽക്കുന്ന അധ്യക്ഷ, മറ്റ് വിവിധ തത്വങ്ങളെ. തത്വങ്ങളോ? വാവിട്ട് പോയതാ, കഴിവിട്ട് പോകാതെ നോക്ക്. ഒരു തിരുത്തണ്ടേ, വ്യക്തിത്വങ്ങളെ എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്കെന്റെ നന്ദി, നമസ്കാരം. സ്വാഗതം പറ. സ്വാഗതം ഇനി അധ്യക്ഷ പ്രസംഗത്തെ പ്രസവിക്കാൻ വിളിക്കുന്നു. അയ്യോ, എനിക്കിനി അത് പറ്റില്ല, ഞാൻ 2 പെറ്റതാ. അതല്ല, പ്രസംഗിക്കാനാ വിളിച്ചത്. അതാണെങ്കിലും എനിക്ക് പറ്റത്തില്ല. അധ്യക്ഷ പ്രസംഗയെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. പോവല്ലേ പോവല്ലേ. എല്ലാവർക്കും നമസ്കാരം. പ്രകടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ പെണ്ണുമ്പിള്ള എന്തെന്നൊക്കെ പറയുന്നേ? നിഷെ, പാർട്ടി ക്ലാസ്സിൽ അല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നീ കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത്. ബാക്കി പറ, ബാക്കി പറ. ഇനി എന്ത് പറയാനാ? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. ഈശ്വര, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയോ? എപ്പോ? എന്നാ പിന്നെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. വിമാനം ആരും തട്ടിക്കൊണ്ടു പോകരുത്, അത് സ്ത്രീത്വത്തിനെതിരാണ്. പോരെ. എന്റെ അമ്മേ. ഹലോ. ഗസ്റ്റ് വരാൻ വൈകും, കുറച്ച് വലിച്ചോ. വലിച്ചോ വലിച്ചോ. എന്ത് വലിക്കാൻ? പ്രസംഗം വലിക്കാൻ. അയ്യോ, ഇനി വലിച്ചാ ഞാൻ പൊട്ടിപ്പോവും, എനിക്ക് വയ്യ. കുറച്ചു നേരം സിനിമയെ കുറിച്ച് പറ. ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഭയങ്കര ജാടയാണ്. ഈ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴും അമ്പലത്തിൽ വെച്ചൊക്കെ ഒരു സെൽഫി ചോദിച്ചാൽ സമ്മതിക്കൂല. കഥ പറയാൻ വിളിച്ചാലാണെങ്കിൽ ഫോൺ എടുക്കത്തേ ഇല്ല. ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് വരത്തില്ല. നടന്മാർ നടികൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, ബൂസ്റ്റ് ചെയ്യുന്നില്ല. മലയാളത്തിലെ ഒരു പ്രധാന കഥാപാത്രം സ്ത്രീ കഥാപാത്രത്തെ ധ്വംസിക്കുന്ന തരത്തിൽ ഡയലോഗ് പറയുന്നുണ്ട്. പേര് പറ, പേര് പറ. എന്റെ പേര് മൃണാളിനി. ഓ, നിന്റെ പേരല്ല, ധ്വംസിച്ച സിനിമയുടെ പേര് പറ. അതായത് ഒരു കശപിശ എന്നുള്ള പേര് എനിക്ക് ഓർമ്മയില്ല. അടുത്തതായിട്ട് ചിന്മിനിയുടെ ഒരു പാട്ടാണ്. മതി. അടുത്തതായി ചിന്മിനിയുടെ തനി നാടൻ പാട്ട്. ഞാൻ പോറി പാട്ടാ പാടുന്നത്. നിങ്ങൾ പാടുമ്പോൾ നാടൻ ആയിക്കോളൂല്ലോ. എന്തുവാടി? അപ്പൊ പാടിക്കോ. കിട്ടി 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 കിട്ടി. എന്റെ കണ്ണനു കറുപ്പുതിരം, എന്റെ കണ്ണനിത്ര കറുപ്പുതിരം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ, ശ്യാമരാധേ ചൊല്ലു നീ ചുടുചുംബനമേ ചതിരാലോ, എന്തേ കണ്ണനു കറുപ്പു നിറം. അയ്യോ അയ്യോ, എനിക്ക് തല കറങ്ങുന്നു. അയ്യോ അയ്യോ. നന്നായി, ഇല്ലെങ്കിൽ കണ്ണം കരിഞ്ഞു പോയനെ. അയ്യോ, ദേ ഉദ്ഘാടനം കൗൺസിൽ ചെയ്യാൻ വന്നു. അല്ല, കൗൺസിലർ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ ഒരല്പം താമസിച്ചു പോയി. ഇതെന്താ വീണ് കിടക്കുന്നത്? ഞാൻ JCB വിളിക്കാം. അയ്യോ വേണ്ട, പാടും. എന്നാ പിന്നെ അവിടെ കിടക്കട്ടെ. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി 2 വാക്ക്. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തന്നെ സ്ത്രീയാണ്. സ്ത്രീയെയും പുരുഷനെയും നമ്മൾ 2 തട്ടിൽ കാണരുത്. സ്ത്രീയില്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്. സ്ത്രീ ആരാധിക്കപ്പെടേണ്ടവളാണ്, ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യേണ്ടവളല്ല. പുരുഷ സമൂഹം ആദ്യം പഠിക്കേണ്ടത് സ്ത്രീയെ ബഹുമാനിക്കാനാണ്. എന്ത് നല്ലൊരു മനുഷ്യനല്ലേടി. ശരിയാ. എന്തായാലും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, ഞാൻ പുറത്തൊരു ജോലിയിലായിരിക്കും എന്നെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തരുത്. എടി, നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരാ അല്ലേ? ഞാൻ അങ്ങോട്ട് വരട്ടെടി, ഞാൻ കാണിച്ചു തരാം.
ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി, മനസ്സിലായോ? ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്, നീ എന്നെ കല്യാണം കഴിച്ചല്ല. അത് ആദ്യം നീ മനസ്സിലാക്കണം. എടി എടി, ആണുങ്ങളോട് നീ കളിക്കരുത്. ആണുങ്ങൾ നിനക്ക് അറിയില്ല, അടിച്ചതിന്റെ ചെപ്പക്കുറ്റി ഞാൻ പൊളിക്കും ഞാൻ. വെക്കടി ഫോൺ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ ഒന്നും പറയണ്ട, ഷൊണ്ടിത്തലയാ. നമ്മുടെ ഉദ്ഘാടനത്തിന് ഇത്രയും നല്ലൊരു ഏരിയ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അയ്യോ